ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നും അതിൽ കുട്ടികളുണ്ടാകുമെന്നും തറപ്പിച്ചു പറയുകയും അതിനെതിരെ വാദങ്ങളുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ജിന്നുകൾ എങ്ങനെയാണ് ലൈംഗിക വീഴ്ചയിൽ പങ്കാളികളാവുന്നത് എന്ന് ഭൗതികമായി നമുക്കറിയില്ല എന്ന് കരുതി അങ്ങനെ ഒരു പ്രതിഭാസമില്ല എന്നാരും കരുതരുത്. ബിസ്മില്ല എന്ന് ചൊല്ലാതെ ഒരാൾ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ ഏർപ്പാടിൽ ഒരു ശൈത്വാൻ കൂടി പ്രവേശിക്കും. അതുകൊണ്ട് നിങ്ങൾ ബിസ്മില്ല, മനസ്സിലായില്ലേ, അഊദു ബില്ലാഹി എന്ന് നമ്മൾ പറയണം. അല്ലാഹുമ്മ ജന്നിബി ശൈത്വാന മിമ്മാ റസഖ്തനാ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഖുർആനിൽ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്, അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയാ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യൻ തന്നെ ആയിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ ഷെയ്ത്താന്റെ സ്വഭാവവും പ്രവർത്തനവും, ഷെയ്ത്താന് വേണ്ടിയുള്ള ദഅവത്തും പോസ്റ്ററും മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഇല്ലാത്തൊരവസ്ഥ വരും. അതെന്തുകൊണ്ടാ? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ഷെയ്ത്താൻ കൂടി പങ്കാളിയാകും. ആദ്യത്തെ കൂടെ വരും. ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമെന്നും അതിൽ കുട്ടികളുണ്ടാകുമെന്നും തറപ്പിച്ചു പറയുകയും അതിനെതിരെ വാദങ്ങളുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ജിന്നുകൾ എങ്ങനെയാണ് ലൈംഗിക വീഴ്ചയിൽ പങ്കാളികളാവുന്നത് എന്ന് ഭൗതികമായി നമുക്കറിയില്ല എന്ന് കരുതി അങ്ങനെ ഒരു പ്രതിഭാസമില്ല എന്നാരും കരുതരുത്. ബിസ്മില്ല എന്ന് ചൊല്ലാതെ ഒരാൾ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ ഏർപ്പാടിൽ ഒരു ശൈത്വാൻ കൂടി പ്രവേശിക്കും. അതുകൊണ്ട് നിങ്ങൾ ബിസ്മില്ല, മനസ്സിലായില്ലേ, അഊദു ബില്ലാഹി നമ്മൾ പറയണം. അല്ലാഹുമ്മ ജന്നിബി ശൈത്വാന മിമ്മാ റസഖ്തനാ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഖുർആനിൽ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്, അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയാ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യൻ തന്നെ ആയിരിക്കും, പക്ഷേ അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ ഷെയ്ത്താന്റെ സ്വഭാവവും പ്രവർത്തനവും, ഷെയ്ത്താന് വേണ്ടിയുള്ള ദഅവത്തും പോസ്റ്ററും മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഇല്ലാത്തൊരവസ്ഥ വരും. അതെന്തുകൊണ്ടാ? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ഷെയ്ത്താൻ കൂടി പങ്കാളിയാകും. സാധ്യതയുണ്ട്. അത് എങ്ങനെ ഏർപ്പെടും? അതാ, നിങ്ങൾ അള്ളാന്റെ നാമം മറന്നുകൊണ്ട് പോയാൽ നിങ്ങളെ കൂടെ വരും. ഏതെങ്കിലും നിലക്ക് സ്വർഗസ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല, അതിൽ നിന്ന് വീഴ്ചയിൽ ഏർപ്പെടാനുണ്ട് എന്നല്ലേ സാധ്യത മനസ്സിലാകുന്നത്? ഏർപ്പെടൂല എന്നുള്ളതിന് മൗലവിമാർ തെളിവുണ്ടേ, പോസ്റ്ററുകാർ. അപ്പൊ ബാക്കി പറയാം. ഏർപ്പെടുന്നതിന് സൂചന ഞാൻ ആവശ്യത്തിലേറെ തന്നു കഴിഞ്ഞു, ഇനി വേണമെങ്കിൽ ഇനിയും തരാം. പക്ഷേ ഇതില്ല എന്നുള്ളതിന് എന്തെങ്കിലും ഒന്ന് സ്വഹീഹ് ആയിരിക്കണം. ഏതെങ്കിലും മൗലവി സ്വന്തം ബുദ്ധിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് എഴുതി അത് പ്രമാണമാവില്ല എന്നെ എനിക്ക് പറയാൻ. മറ്റവന് പോസ്റ്ററും വലിയ ഉറക്കമുക്കി എഴുത്തും മാത്രമേ ഉള്ളൂ, അല്ലാതെ തെളിവില്ല. നമ്മളിവിടെ തെളിവാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി ജിന്നുകൾ ശൈത്താനിൽ നിന്ന് ശരണം തേടാത്ത ലൈംഗിക വീഴ്ചയിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതിന് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസിന് വിരുദ്ധമായി വചനമുണ്ടെങ്കിൽ കാണട്ടെ. ഇങ്ങോട്ടാണ് നമ്മുടെ ഹദീസ് ചോദിക്കുന്നത്, നമ്മളോട് അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹദീസിൽ നമ്മൾ തന്നിരിക്കുന്നു. പിശാച് വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാൻ താമസിച്ച പിശാച് വന്നിട്ട് സംയോഗം ചെയ്തു പോകുമല്ലോ ഭാര്യമാരെ. ശംസുദ്ദീൻ പാലത്ത് പറയുകയാണ്, മുസ്ലിം സ്ത്രീകൾക്ക് ജിന്നിന്ന് കുട്ടികളും ജനിച്ചുവല്ലോ. അപ്പൊ അവിവാഹിതയായ പെണ്ണുങ്ങളൊക്കെ കഴിച്ചിലാട്ടെ, ഗർഭിണിയായാലേ പിശാചെന്ന് ഇതാക്കിയാന്ന് പറഞ്ഞാൽ ആ ജിന്നുകള് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ വരെ ജനിച്ചുണ്ട്. അപ്പൊ പല രൂപത്തിൽ വരികയാണെങ്കിൽ പെണ്ണിന് ഭർത്താവിനെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാ? നിങ്ങൾ എന്തിനാ കുതന്ത്രം? കാരണം ഒരു മൗലവിനെ പെണ്ണുങ്ങളെ റൂമിൽ നിന്ന് പിടികൂടിയത്, പള്ളിയിൽ നിന്ന് പെണ്ണുങ്ങളെ റൂമിൽ നിന്നാണ് പിടികൂടിയത്. എന്നാ മൗലയ്ക്ക് പറയാല്ല, ഞാൻ പിശാചിട്ടുകാട് പെണ്ണുങ്ങളെ റൂമിൽ കൊണ്ടിട്ടതാണെന്ന്. ആർക്കേ സമ്മാനിക്കും കഴിച്ചിലായിക്കൂടെ? ഒരു മൗലവി എന്താണ് ഒരു വീട്ടിൽ കയറിക്കാണ്ട് അവിടെ ശല്യം ഉണ്ടാക്കി. അപ്പം പറയാ അത് ഞാനല്ല, അത് പിശാച്ചാണ്, പിശാച്ചിനെ അവിടെ കൊണ്ടിട്ടതാണ്. ഞാൻ കോളേജിൽ ഇരിക്കുകയായിരുന്നു, പിശാച്ചിനെ താങ്ങി പിടിച്ച ആളില്ലാത്ത സമയത്ത് ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ടിട്ട് ഓട് കക്കിട്ട് വെട്ടി വണ്ടി ഓടിയെന്ന് പറയാലോ. ഞാൻ എന്നെ രക്ഷ തെറ്റില്ല. അവർ രക്ഷകാരന്റെ ഹിയല് തമ്മാടികളായ മനുഷ്യ പിശാച് തന്ത്രാണ്. പിശാച്ചിനാകെ വസ്വാസം കഴിവുള്ളൂ.